ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട വിരുത്തുകളെ ചിന്താശേഷി പണയപ്പെടുത്തിപ്പോയ അന്ധവിശ്വാസത്തിന്റെ വിളക്കുമാടത്തിൽ കിടന്നുറങ്ങിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ പ്രിയപ്പെട്ട മകള് പട്ടിണി കൊണ്ട് വിശക്കുമ്പോ അവൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാൻ തൊട്ടടുത്ത അയൽപക്കക്കാരന്റെ കയ്യിൽ നിന്ന് 10 റിയാൽ കടം വാങ്ങിച്ച പാവപ്പെട്ട പെണ്ണ്, ആ പെണ്ണ് തന്റെ മകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വാങ്ങിച്ച ഭക്ഷണത്തിന്റെ വിലയായി ആ ചെറുപ്പക്കാരൻ ചോദിച്ചവളുടെ ശരീരമോ. പാതിരാവിന്റെ നിശബ്ദതയിൽ ആരുമില്ലാത്ത ഇരുട്ടുമുറിയിലേക്ക് കടന്നു വന്നിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിന് വില പറഞ്ഞിട്ട്, രാവിലെ നിനക്ക് നിന്ന് 10 റിയാലുകൾക്ക് പകരം ഇന്ന് രാത്രി നിന്റെ ഈ വെണ്ണ പോലെ മൃദുവായ ശരീരം എനിക്ക് വേണമെന്ന് പറഞ്ഞു ആ പെണ്ണിനെ വിവസ്ത്രയാക്കി അവളുടെ ശരീരത്തിന്റെ മുകളിലേക്ക് മലത്തിക്കിടത്തി അവളുടെ ശാരീരിക ബന്ധത്തിന് വേണ്ടി കയറവേ, അവളുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറവേ. ഞാൻ ഇത്രത്തോളം സുഖമായിട്ട് നിങ്ങളോട് വിവരിച്ചു പറയുന്നതിന്റെ ആലങ്കാരികൾക്ക് വേണ്ടിയല്ല, സമകാലീന ലോകത്ത് കാണുന്ന ഓരോ തെറ്റുകളുടെ വിളക്കുമാടത്തിലേക്ക് പാവങ്ങളെ വിളിച്ചടിക്കുമ്പോ ആ സമയത്തൊക്കെ ഓർക്കേണ്ടത്, ശരീരത്തിൽ ഒരു നൂൽബന്ധമില്ലാതെ ഒരാണും പെണ്ണുമാനുമില്ലാത്ത ബെഡ്റൂമില് ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് പടന്നു കയറവേ, ആ പെണ്ണിന്റെ ശരീരം വേർപ്പിൽ മുങ്ങിക്കൊടുക്കുകയാ. അവളുടെ ശരീരം കിടന്ന് പറക്കാനുണങ്ങി, അവളുടെ ഞരമ്പുകളെ ത്രസിക്കാനുണങ്ങി. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് നഗ്നമേനികൾ തമ്മിൽ ശരീരത്തിലേക്ക് പടന്നു കയറുന്ന വികാരത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയുന്ന സമയം, ഏത് സമയത്തും പിടിച്ചു നിൽക്കുന്ന ഈമാൻ പെണ്ണിന് നഷ്ടപ്പെടുന്ന സമയം ആ കടന്ന പെണ്ണ് നിലവിളിക്കുകയാ. അവളുടെ കവിളിലൂടെ കവിൾത്തടത്തിലൂടെ കണ്ണീര് തരം തല്ലിയാ തൊടുകുമ്പോ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, പെണ്ണേ എന്തിനാണ് നീ കരയുന്നത്? ഒരാണും പെണ്ണും തമ്മിൽ മൗനാനുരാഗത്തിന്റെ സമഞ്ജസ മേഖലയിലോട്ട് കടന്നു ചെല്ലുന്ന, ശരീരത്തോട് കഥ പറയുന്ന രതിസുഖത്തിന്റെ അഗാധതയിലോട്ട് കടന്നു പോകുന്ന ഈ സമയത്ത് എന്തിനാ പെണ്ണേ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, എനിക്ക് പേടിയാ, എനിക്ക് പേടിയാവുന്ന ആരെയാ പേടി, എനിക്ക് പേടിയാവുകയാ പെണ്ണേ, ആരും നമ്മളെ കാണുന്നില്ലല്ലോ, എല്ലാ വാതിലുകളും ഞാൻ കുട്ടിയിട്ടുള്ളോ, ആരും നമ്മളെ കണ്ടില്ലല്ലോ, പിന്നെ നിനക്ക് പേടിയെന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്റെ യുവസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാ. ആ പെണ്ണ് പറഞ്ഞു, ചെറുപ്പക്കാരാ, ഞാൻ പേടിക്കുന്നത് എന്റെ അയൽപക്കക്കാരെ കാണുമോ എന്നല്ല, എന്റെ ഭർത്താവ് അറിയുമോ എന്നല്ല, ആളുകളിൽ അറിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തെന്നല്ല, പിന്നെയോ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ സർവലോകരക്ഷിതാവായ എന്റെ റബ്ബിനെ എനിക്ക് പേടിയാ, എനിക്ക് നരകത്തെ പേടിയാ, എനിക്ക് മീസാൻ പേടിയാ, എനിക്ക് സിറാത്ത് പേടിയാ. ഇതെല്ലാം അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ നാളെ വിചാരണക്ക് നിൽക്കുന്ന ദിവസത്തെ എനിക്ക് പേടിയാന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയാ ഹറാമിൽ നിന്ന് മാറിപ്പോയത് നാളെ വരില്ല സഹോദരങ്ങളെ. നാളെ നരകത്തിന്റെ മുമ്പിലും സ്വർഗത്തിന്റെ നടുവിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ വിചാരണക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുന്ന ഒരു ദിവസം വരാനില്ല പെണ്ണേ. ആ ദിവസമാണ് വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറാ വലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സആ. ആരാരും സഹായിക്കാനില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലാ റഹ്മാനി വഫദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഓരോരുത്തരും നിൽക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പേടിയില്ലാത്തവനോട് പിന്നെ ഭൂമിയിലെ നീതിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ആ ഭയം തരട്ടെ. കേട്ടിട്ട് ഒരാൾക്കൊരു ഭയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ആമീൻ കേട്ടിട്ട്. അള്ളാഹു നമുക്ക് ആ ഭയം തരട്ടെ. മുറക്ക ആമീൻ പറ. മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാർ, അള്ളാഹു ആ ഭയം നമുക്ക് തരട്ടെ. ആ ഭയം എപ്പോഴും വേണം ജീവിതത്തിൽ, കൗലിലും ഫീലിലും ഫിക്റിലും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും. ആ പേടിയില്ലെങ്കിൽ പിന്നെ നമുക്കെങ്ങനെയാ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ധൈര്യത്തോടെ പോയി നിൽക്കാൻ കഴിയുക?
പരലോകത്തിന്റെ പരിഭ്രാന്തിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുക. പരലോകം യഥാർത്ഥത്തിൽ വലിയൊരു പരിഭ്രാന്തിയാണ്. പരലോകമെന്ന് പറയുന്നത് ഒരു പരിഭ്രാന്തിയുടെ ലോകമാണ്. ആരുമില്ല അവിടെ, ഒരാളുമില്ല. അള്ളാഹു നമുക്കവിടെ കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിഭ്രാന്തികളില്ലാതെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.